ഇന്ന് ഞങ്ങൾ പൂഞ്ചിലാണ്. CMI മിഷന്റെ ഭാഗമായ ക്രൈസ്റ്റ് സ്കൂൾ ദെഗ്വാർ കാണാനുള്ള യാത്രയാണ്. വളരെ മനോഹരമായ സിറ്റിയാണ് പൂഞ്ച്. ദെഗ്വാർ സ്കൂൾ കുറച്ചുള്ളിലേക്ക് മാറിയാണ്. ദെഗ്വാർ സ്കൂളിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറിയാൽ പാകിസ്ഥാൻ ബോർഡറാണ്. ഇന്ത്യ ഗവൺമെന്റിലും സൈന്യത്തിലുമുള്ള വിശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്കുള്ളതുകൊണ്ട് അവരെല്ലാം സന്തോഷത്തോടെ ഇവിടെ താമസിക്കുന്നു. ഞങ്ങൾ ക്രൈസ്റ്റ് സ്കൂളിലെത്തി. വളരെ വലിയൊരു ക്യാമ്പസാണ് CMI ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായ കുന്നിന്റെ താഴ്വരയിൽ വിശാലമായ ക്യാമ്പസ്. ലഹരിയുടെ വിപത്തിനെക്കുറിച്ച് തങ്ങളുടെ സഹപാഠികൾക്ക് വിവരിച്ചു കൊടുക്കുന്ന ഡ്രാമയാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികൾ വളരെ മനോഹരമായി അവതരിപ്പിച്ചു.
ഫാദർ ലിജുവാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ. ലിജുവച്ചൻ കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. തൻ്റെ കുട്ടികളുടെ ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ലിജുവച്ചനാണ് കുട്ടികളുടെ ഹീറോ. വിശ്വസിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ലിഞ്ചു മലയ്ക്കൽ CMI സഭാംഗമാണ്. CMI സഭയുടെ കോഴിക്കോട് പ്രൊവിൻസിൻ്റെ കീഴിലുള്ള ഒരു ക്രിസ്തുരാജ മിഷനാണ് ജമ്മു ആൻഡ് രജോരി പൂഞ്ച് ഡിസ്ട്രിക്റ്റിലുള്ളത്. നമ്മൾ ഏകദേശം 33 വർഷമായിട്ട് ഈ മിഷനിലാണുള്ളത്. ആദ്യകാല മിഷണറിമാരായ ബഹുമാനപ്പെട്ട ജോസഫ് പൈക്കടച്ചനാൽ സ്ഥാപിതമായിട്ടുള്ള പുണ്യ സ്ഥലത്താണ് നിൽക്കുക. അപ്പോൾ ഈ സ്കൂള് ഹൈസ്കൂൾ പൂഞ്ചാണ് ആദ്യം 33 വർഷം മുന്നേ ബഹുമാനപ്പെട്ട ജോസഫ് പൈക്കടച്ചനാൽ ആരംഭിച്ചത്. അതിനുശേഷം ഇതൊരു 7 വർഷത്തിന് മുൻപാണ് ഈ സ്കൂള് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ക്യാമ്പസായിട്ടാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട മാത്യു നെല്ലേടത്തച്ഛനാലാണ് ഇതിൻ്റെ നിർമ്മാണവും ഈ ക്യാമ്പസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ബഹുമാനപ്പെട്ട മാത്യു നെല്ലേടത്തച്ഛനാണ്. ഇപ്പോൾ ഏകദേശം 1528 പിള്ളേർ കുട്ടികളോട് പഠിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ ഒരു ബോർഡറിനോട് ഏറ്റവും സാമീപ്യമുള്ള ഒരു CMI സഭയുടെ സ്ഥാപനമാണ്. ഏകദേശം ഇവിടുന്ന് 3 കിലോമീറ്റർ അകലെ ഫെൻസിങ് ബോർഡറാണ്, LOC ഉള്ള സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും ഒരു നല്ല വിദ്യാഭ്യാസം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇവിടെ വരിക. അപ്പോൾ അത് നമ്മുടെ ആദ്യകാലത്തുണ്ടായിരുന്ന നമ്മുടെ മിഷണറിമാരായിട്ടുള്ള അച്ഛന്മാർ വളരെ അവരുടെ ത്യാഗപൂർവമായിട്ടുള്ള ജീവിതവും അവരുടെ കമ്മിറ്റ്മെൻറ്റും കൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ പൂഞ്ചിൽ എത്രയോ അകലെ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന നമുക്ക് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അവരുടെ ത്യാഗവും അവരുടെ കമ്മിറ്റ്മെൻറ്റുമാണ് അതിനെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്കൂള് അവരുടെ ത്യാഗമാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ തീർച്ചയായിട്ടും ഈശോയുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ മിനിസ്ട്രീനെ ദൈവത്തിൻ്റെ വളരെ കൃപയുണ്ടായിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പൂഞ്ചിൽ നമുക്കൊരു പാരിഷുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റേറ്റ് ബോർഡ് സ്കൂളും ഒരു CBSE സ്കൂളുമാണ്. അങ്ങനെ ഒരുപാട് മിനിസ്ട്രികളും നമ്മളിലൂടെ ഒരുപാട് ആളുകൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ സൊസൈറ്റിയിലുള്ള പൂഞ്ച് ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാവരും വളരെ വിലമതിക്കപ്പെടുകയും നമുക്ക് ഒരുപാട് ഇവരുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് നമ്മുടെ സമൂഹത്തെ അറിയുവാനും നമ്മളെന്താണ് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് അവർക്ക് ഇവിടെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു സന്ദേശം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അതാണ് ക്രൈസ്റ്റ് സ്കൂൾ ദിഗ്വാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.
ദെഗ്വാറിൽ നിന്ന് ഞങ്ങൾ പിന്നീട് പോയത് കാർമൽ സ്കൂൾ ചന്തക്കിലേക്കാണ്. മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് യാത്ര. കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ സ്കൂളിലെത്തി. സ്കൂളിന് ചുറ്റും നെൽപ്പാടമാണ്. ബാൻഡ് മേളത്തോടെ ഇവിടുത്തെ കുട്ടികൾ ഞങ്ങളെ സ്വാഗതം ചെയ്തു. മലയാളിയായ രാഘവൻ സാറാണ് കുട്ടികളെ ബാൻഡ് പഠിപ്പിക്കുന്നത്. ദീപ്തി സിസ്റ്ററാണ് കാർമൽ സ്കൂളിനെ നയിക്കുന്നത്. തങ്ങളുടെ വിളി തിരിച്ചറിഞ്ഞ ഇവർ സ്വന്തം നാടിനെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് തീർത്തും അന്യമായ സ്ഥലത്ത്
കർത്താവിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് എത്രയോ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള, ചിന്താശേഷിയുള്ള ഒരു പുതിയ തലമുറ രൂപപ്പെടുമ്പോൾ നാട് വികസിക്കുകയും രാജ്യം വളരുകയും ചെയ്യുന്നു. ഞാൻ സിസ്റ്റർ ദീപ്തി, ഒരു 1.5 വർഷമായി ഇവിടെ ഈ കാർമൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുത്തിട്ട് 1120 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്, നഴ്സറി മുതൽ 10ാം ക്ലാസ് വരെ. ഈ ഒരു അധികം ഇവിടുത്തെ പോപ്പുലേഷൻ മുസ്ലിം സ്റ്റുഡൻസ് ആണ്. പക്ഷേ അവർ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. പേരൻസിൻ്റെ നല്ല കോപ്പറേഷൻ ഉണ്ട്. നല്ല ഡിസിപ്ലിനിലോട് കൂടെ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവർ നമ്മളുടെ ഈ പ്രവർത്തനങ്ങളെ, ഈ സ്ഥലത്തുള്ള ആളുകൾ നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ശുശ്രൂഷകളായി കണ്ടുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. നമുക്ക് ഏതൊരു കാര്യത്തിന് അവരെ ചോദിച്ചാലും വിളിച്ചാലും ഒക്കെ അവരിവിടെ വരുന്നു, നമുക്ക് വേണ്ട ഗൈഡൻസ് തരുന്നു. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കറക്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ വളരെ സ്നേഹബുദ്ധിയാണ് പറഞ്ഞു തരികയും ഏതൊരു കാര്യങ്ങളിലും നമ്മുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പേരൻസിൻ്റെ ഒരു സമൂഹമാണ് ഈ ചുറ്റുപാടുമുള്ളവർ. അതുപോലെ തന്നെ ഇവിടെ ക്ലൈമറ്റിൻ്റേതായ പല പല ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. എക്സ്ട്രീം ക്ലൈമറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായിട്ട് ഇവിടെ മഞ്ഞ് പെയ്തു. സ്കൂൾ തന്നെ ഒരു ചുറ്റുവട്ടം മുഴുവനും മഞ്ഞിനകത്ത് മൂടി. ഞങ്ങൾക്ക് പള്ളിയിൽ തന്നെ പോകാൻ പറ്റാത്ത ഒരു ഞായറാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. അപ്പോൾ വളരെ ത്യാഗപൂർവ്വമാണ് ഇവിടെ ഞങ്ങൾ മിഷൻ പ്രവർത്തനം, ഇവിടെ സിസ്റ്റേഴ്സ് ആയാലും ഇവിടുത്തെ പ്രവർത്തനങ്ങളായാലും ഒക്കെ നടക്കുന്നത്. വളരെ ത്യാഗപൂർവമായ ഒരു ജീവിതമാണ് ഇവിടെ ഉള്ളത്. നാട്ടിലെ പോലെ അത്ര എളുപ്പമല്ല. അതുപോലെ യാത്രയുടെ കാര്യങ്ങൾ, ഇടവക കുറച്ച് ദൂരെയാണ്. പക്ഷേ നമുക്ക് അവിടുന്ന് ഫാദേഴ്സിൻ്റെ അവിടുന്നും ഒക്കെയുള്ള ഒരു കോപ്പറേഷൻ നമ്മൾക്കൊരു ബലമാണ് ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി. മിഷനിൽ വളരെ കുറച്ച് പേരെ ഇവിടെയുള്ളൂ. പക്ഷേ എല്ലാവരും തമ്മിലുള്ള നല്ലൊരു കോപ്പറേഷൻ ഉള്ളതുകൊണ്ടും നമുക്ക് പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി മാറുന്നുണ്ട്. നാട്ടിൽ ഞാൻ ഒരു 22 വർഷത്തോളം നാട്ടിൽ ഞാൻ ജോലി ചെയ്തു. 2 സ്കൂളിൽ പ്രിൻസിപ്പലായിരുന്നു. അങ്ങനെ നീണ്ട വർഷങ്ങൾ ഞാൻ തളിപ്പറമ്പിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാ തരത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരും ബന്ധുക്കാരും വീട്ടുകാരും എല്ലാം നമ്മുടെ ചുറ്റുപാടുണ്ട്. നമുക്ക് കൂടുതൽ അവിടെ എളുപ്പമാണ്. പക്ഷേ ഈ മിഷൻ പ്രദേശത്ത് നമുക്ക് കാലാവസ്ഥയുടെ കാര്യങ്ങളുണ്ട്, ദൂരങ്ങളുടെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒത്തിരിയൊന്നും അടുത്ത നമുക്ക് പരിചയക്കാരില്ല, ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം ഇടയ്ക്ക് നമ്മൾ പിന്നെ പലതരത്തിലുള്ള ഈ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഞാനിവിടെ മിഷനിൽ വന്ന ആ വർഷം എന്താണെന്ന് ചോദിച്ചാൽ 1 മാസത്തിനുള്ളിൽ തന്നെ ഇവിടെ നെറ്റ് ഇല്ലാണ്ടായി, ഫോൺ സൗകര്യം ഇല്ലാണ്ടായി. അങ്ങനെ വീട്ടുകാരുമായിട്ട് നാട്ടുകാരായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. അവിടെയൊക്കെ നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് ധീരതയോടുകൂടെ നിലകൊള്ളുക എന്നുള്ളത് വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഇവിടെ നമുക്ക് ഈ മിഷൻ പ്രദേശത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഓരോ സാധാരണ ജീവിതം പോലെയല്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് വളരെ സാഹസികത നിറഞ്ഞതാണ്, ധീരത നിറഞ്ഞതാണ്. നമുക്കത് സാധിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാലാണെന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭാഷയറിയാത്ത, ഒരു പരിചയവുമില്ലാത്ത മിഷൻ മേഖലകളിൽ ജോലി ചെയ്യാൻ ഇവർ നിയോഗിക്കപ്പെടുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഇവർക്ക് മുൻപിൽ ഒറ്റ നാമമേയുള്ളൂ, യേശു എന്ന നാമം മാത്രം. യേശുവിനായി ജീവിക്കുന്ന ഇവർക്ക് ഒറ്റ ഭാഷയേയുള്ളൂ, സ്നേഹത്തിൻ്റെ ഭാഷ. അത് പ്രാർത്ഥനയിലൂടെ ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ഇവർ എപ്പോഴും ശ്രമിക്കുന്നു. कभी कश्मीर तू देखा है कभी कश्मीर